മനുഷ്യന്റെ കൈയിലെ 5 വിരലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരുവിരൽ അഥവാ തള്ളവിരൽ. ഹസ്തരേഖാശാസ്ത്രത്തിനപ്പുറം പെരുവിരലിന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. പ്രാചീന കാലം മുതൽ മനുഷ്യനെ തിരിച്ചറിയുന്നതിന് പെരുവിരലിന്റെ അടയാളം ഉപയോഗിച്ചിരുന്നു. അസ്ത്രവിദ്യയിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ പെരുവിരൽ. തന്റെ പെരുവിരൽ അറുത്ത് ഗുരുവിന് ദക്ഷിണ നൽകിയ ഏകലവ്യൻ നമ്മുടെ മുന്നിലെ ജീവിക്കുന്ന ഇതിഹാസമാണ്. രണ്ടുപേരുടെ പെരുവിരലിന്റെ അടയാളം ഒരിക്കലും തുല്യമായി വരില്ലെന്നാണ് വിശ്വാസം. വിരലടയാള ശാസ്ത്രത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനം ഈ വിരലിനാണ്. പെരുവിരലിന് രേഖാശാസ്ത്രത്തിലും വലിയ പ്രാധാന്യമുണ്ട്. സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഏക വിരലും ഒന്നാമത്തെ വിരലുമാണ് പെരുവിരൽ. അതിന്റെ 3 ഖണ്ഡങ്ങൾക്ക് രേഖാശാസ്ത്രത്തിൽ സ്നേഹം, യുക്തി, ഇച്ഛാശക്തി എന്നിങ്ങനെയാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്. കൈത്തലത്തിൽ നിന്നും പുറപ്പെടുന്ന ഏറെക്കുറെ മാംസപേശികളാൽ മൂടപ്പെട്ട ഒന്നാം ഭാഗം സ്നേഹത്തെയും അതിനു മുകളിലുള്ള രണ്ടാം ഭാഗം യുക്തിയെയും ഏറ്റവും മുകളിലുള്ള ഭാഗം ഇച്ഛാശക്തിയെയും കാണിക്കുന്നു. പെരുവിരൽ സാധാരണഗതിയിൽ ഒത്ത നീളവും വണ്ണവും ഉള്ളതാണെങ്കിൽ മാത്രമേ അതിൻ്റേതായ ഫലങ്ങൾ അതിനു നൽകുവാൻ കഴിയൂ. നീളം കുറഞ്ഞത് ചെറുതായ ചൂണ്ടുവിരലിന്റെ അടുത്തേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പെരുവിരൽ വിവേകവും യുക്തിചിന്തയുമില്ലാത്ത മൃഗങ്ങളിൽ ദൃശ്യമാണ്. അവയുടെ മിക്ക വിരലുകളും ഒട്ടിച്ചേർന്നു ചെറുതായിരിക്കും. പെരുവിരൽ ആവശ്യാനുസരണം വലുതായിരിക്കില്ലെന്ന് മാത്രമല്ല, അവ കാണാൻ ഭംഗിയുമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് കുറിയതായിരിക്കുന്നതും തൊട്ടടുത്തുള്ള വിരലുകളോട് ഒട്ടിച്ചേർന്നതുമായ പെരുവിരൽ ബുദ്ധിശൂന്യത, അലസത, നിർവികാരത, കലഹപ്രിയം തുടങ്ങിയ സ്വഭാവങ്ങൾ കാണിക്കുന്നു. നീളം കൂടിയ പെരുവിരലിനാണ് ഉത്തമ ലക്ഷണം. പെരുവിരലിന്റെ അഗ്രം പുറകോട്ട് വളയുന്നതും മാർദ്ദവമുള്ളതുമായിരുന്നാൽ ചിത്രരചന, നൃത്തം, സാഹിത്യം, ദൃശ്യകലകൾ തുടങ്ങിയവയിൽ വാസനയും സഹജീവികളോട് അനുകമ്പയും ഉണ്ടായിരിക്കും. എന്നാൽ പുറകോട്ട് കൂടുതൽ വളയ്ക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇവർ പണം ചെലവാക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കാത്തവരും സമ്പത്ത് അശേഷം ഇല്ലാത്തവരുമായിരിക്കും. ഗർവ്, കോപം തുടങ്ങിയവ ഇവർ ജന്മവാസനകളായി കൊണ്ടു നടക്കും. പെരുവിരലിന്റെ ഈ മുകൾഭാഗം സാമാന്യം ഒത്തവണ്ണവും ദൃഢതയുള്ളതും കൈ മുറുക്കിപ്പിടിച്ചാൽ ആ ഭാഗം എഴുന്നു നിൽക്കുന്നതുമാണെങ്കിൽ അത്തരക്കാർ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരും തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റമില്ലാതെ നടപ്പിൽ വരുത്തുന്നവരുമാണ്. യുക്തിബോധത്തെക്കാളുപരി തങ്ങളുടെ വ്യക്തി താൽപര്യങ്ങൾക്ക് ഇവർ പ്രാമുഖ്യം നൽകും. ആരോടും ദീനാനുകമ്പയോ സഹാനുഭൂതിയോ ഇക്കൂട്ടർ കാണിക്കില്ലെങ്കിലും മറ്റുള്ളവരെ ആപത്തുകളിൽ നിന്ന് സഹായിക്കാൻ ഇവർക്ക് മടിയുണ്ടായിരിക്കില്ല. പട്ടാളത്തിലെയും പോലീസിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ, ഉന്നത പദവിയിലിരിക്കുന്നവർ, കലാകാരന്മാർ തുടങ്ങിയവരിലാണ് ഇത്തരം പെരുവിരൽ കാണുന്നത്. ആദർശനിഷ്ഠയോടെ കാര്യങ്ങൾ നടത്തുന്ന ഇവർ മറ്റുള്ളവരുടെ പ്രശംസയോ സ്തുതിയോ ആഗ്രഹിക്കുന്നില്ല. പെരുവിരലിന്റെ രണ്ടാം ഭാഗം, അതായത് മധ്യഭാഗം, അവസാന ഭാഗത്തേക്കാൾ നീളം കൂടിയതായിരുന്നാൽ അവർ തികഞ്ഞ യുക്തിബോധമുള്ളവരായിരിക്കും. ഏതിനെയും കാര്യകാരണസഹിതം വിലയിരുത്തുന്നവരും നിയമങ്ങൾ കണിശമായി പാലിക്കുന്നവരും ആയിരിക്കും. ശാസ്ത്രജ്ഞർ, അധ്യാപകർ, സാഹിത്യകാരന്മാർ, അധികാരം കൈയാളുന്നവർ തുടങ്ങിയവർക്കിടയിലാണ് ഇക്കൂട്ടരെ കണ്ടെത്തുക. രക്തബന്ധങ്ങൾക്കോ സ്നേഹബന്ധത്തിനോ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഇവർ ഔദ്യോഗിക കാര്യങ്ങളിൽ തികഞ്ഞ നിഷ്പക്ഷതയും നിയമത്തോട് കണക്കറ്റ വിധേയത്വവും കാണിക്കും. ഇക്കൂട്ടരിൽ വലിയ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടുകയില്ല. പെരുവിരലിന്റെ ആദ്യഭാഗം, അതായത് കൈത്തലത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം മൃദുലവും കൈപ്പത്തിയോട് കൂടുതൽ ചേർന്നിരിക്കുന്നതുമാണെങ്കിൽ ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കില്ല. എപ്പോഴും നിയമങ്ങളെയും അധികാരികളെയും അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. വിധേയത്വവും ബന്ധങ്ങളോടുള്ള തീവ്രമായ ആഭിമുഖ്യവും ഇവരുടെ ദൗർബല്യങ്ങളാണ്. സ്നേഹഭാവത്തിൽ കൂടുന്ന ആരെയും വിശ്വസിക്കുന്നത് ഇവരുടെ സ്വഭാവമാണ്. അടുത്തുകൂടി നിൽക്കുന്നവർക്ക് ഇവരെ കബളിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്. യുക്തിയേക്കാളുപരി വ്യക്തികൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. ആത്മവിശ്വാസം കുറവായിട്ടുള്ള ഇവർ അന്ധവിശ്വാസങ്ങൾക്ക് അതിവേഗം വശംവദരാകും.
പെരുവിരലിൻ്റെ നീളം കൈയിൻ്റെ നീളത്തിന് ആനുപാതികമായിരിക്കുന്നതാണ് ഉത്തമം. ഇത് വളരെയേറെ നീണ്ടിരുന്നാൽ ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ ചെയ്യുന്നയാളെന്ന് സാരം. എന്നാൽ സാമാന്യം നീണ്ടിരുന്നാൽ ബുദ്ധിയും യുക്തിയും ഒത്തുകൊണ്ടുപോകുന്നതിൽ ആൾ വിജയിക്കും. പെരുവിരൽ പുറകോട്ട് സ്വാഭാവികമായി വലിയുന്നത് കലാസാഹിത്യ വാസനകളെ സൂചിപ്പിക്കുന്നു. ചിത്രം എയിലെ പെരുവിരലുള്ളവർ കലാഹൃദയമുള്ളവരാണ്. ചിത്രം ബിയിൽ കാണിച്ചിട്ടുള്ളതുപോലെ പിന്നിലേക്ക് ധാരാളം വളയ്ക്കാൻ കഴിയുന്ന പെരുവിരലുള്ളവർ ധൂർത്ത്, ആഡംബര ജീവിതം തുടങ്ങിയവയെ കാണിക്കുന്നു. ഇത്തരക്കാർ വരവറിയാതെ എത്ര വേണമെങ്കിലും ചെലവാക്കാൻ മടിയില്ലാത്തവരാണ്. പെരുവിരൽ നേരെ നിൽക്കുന്നത് ചിത്രം സി പ്രാചീന നിശ്ചയദാർഢ്യമാണ് കാണിക്കുന്നത്. എന്നാൽ ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ വൈമനസ്യമുള്ളവരാണ് ഈ കൂട്ടർ. പെരുവിരൽ കൂടാതെയുള്ള മറ്റു 4 വിരലുകളെപ്പറ്റി നോക്കാം. വിരലുകളുടെ നീളം മനുഷ്യരുടെ പ്രകൃതിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നീളം കുറഞ്ഞ, അതായത് കുറിയ വിരലുകൾ പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നവരും ശീഘ്രഗതിയിൽ തീരുമാനങ്ങളെടുത്ത് ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടുന്നവരുമാണ്. മറ്റുള്ളവരുടെയോ സമൂഹത്തിൻ്റെയോ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ താൽപ്പര്യമില്ലാത്ത ഇക്കൂട്ടർ പൊതുവെ സ്വാർത്ഥമതികളും ക്രൂര സ്വഭാവമുള്ളവരുമാണ്. എന്നാൽ നീളം കൂടിയ വിരലുകൾ ഉള്ളവർ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവരാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളെപ്പറ്റി പോലും ഇക്കൂട്ടർ ചിന്തിച്ചിരിക്കും. വിരലിൻ്റെ ചുവടുഭാഗം മാംസളവും ഘനമേറിയതുമായിരുന്നാൽ പ്രസ്തുത വ്യക്തി സ്വന്തം സുഖസൗകര്യങ്ങളിൽ ബദ്ധശ്രദ്ധനായിരിക്കും. പിറകോട്ടു വളയുന്ന വിരലുകളുള്ളവർ നല്ല സഹൃദയരും മിടുമിടുക്കരുമായിരിക്കും. അവർ സുഹൃത്തുക്കളുടെ ക്ഷേമ ഐശ്വര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരായിരിക്കും. ഒരിക്കൽ പരിചയപ്പെടുന്നവർക്ക് പോലും അവരെ പെട്ടെന്ന് മറക്കാനാവില്ല. എന്നാൽ വിരലുകൾ ദൃഢവും ബലമായി പിടിച്ചാൽ അകത്തേക്ക് വളയുന്നതുമായവർ തൻകാര്യം മാത്രം ചിന്തിക്കുന്നവരും മറ്റുള്ളവരെ സംശയത്തോടെ മാത്രം വീക്ഷിക്കുന്നവരുമാണ്. വിരലുകൾ വളഞ്ഞു പുളഞ്ഞ് വികൃതമായി കാണപ്പെടുന്നവരുടെ സ്വഭാവത്തിലും അത് പ്രതിഫലിക്കും. അവർ ദുഷ്ടചിന്താഗതിക്കാരും കപടനാട്യക്കാരുമായിരിക്കും. വിരലുകളുടെ ചുവട് നേർത്തിരിക്കുകയും ഒതുങ്ങിയതായി കാണപ്പെടുകയും ചെയ്താൽ അക്കൂട്ടർ തീർത്തും നിസ്വാർത്ഥരും ആഹാരകാര്യത്തിൽ വലിയ നിർബന്ധങ്ങളില്ലാത്തവരുമാണെന്ന് നിസ്സംശയം പറയാം. കൈ നിവർത്തി വയ്ക്കുമ്പോൾ ചൂണ്ടുവിരലിനും നടുവിരലിനുമിടയിൽ വലിയ വിടവ് കാണുന്നുണ്ടെങ്കിൽ അവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ഈ വിടവ് മോതിരവിരലിനും ചെറുവിരലിനുമിടയിലാണെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ ഈ സ്വാതന്ത്ര്യം ദർശിക്കാവുന്നതാണ്. ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ചേർന്നിരിക്കുകയാണെങ്കിൽ അവർ അന്ധവിശ്വാസികളും അഹങ്കാരികളുമായിരിക്കും. മോതിരവിരൽ നടുവിരലിനോട് ചേർന്നിരുന്നാൽ അവർ പൊങ്ങച്ചക്കാരായിരിക്കും. ചെറുവിരൽ മോതിര വിരലിനോട് ചേർന്നിരിക്കുന്നവർ വ്യാപാരത്തിലായാലും കലയിലായാലും അവരുടെ സാമർഥ്യം തെളിയിക്കും. ചെറുവിരൽ മോതിര വിരലിനോട് ചേർന്നിരിക്കുകയും അത് മോതിരവിരലിൻ്റെ 3-ാം ഖണ്ഡത്തിനു താഴെ വരെ മാത്രം നീണ്ടിരിക്കുകയും ചെയ്താൽ അവർക്ക് അനുഗൃഹീതമായ ദാമ്പത്യ ജീവിതമുണ്ടായിരിക്കും. വിരലുകൾ പരസ്പരം വളരെയധികം ചേർന്നിരുന്നാൽ, അതായത് വിടവുകളില്ലാതെ, അവർ ദുരാഗ്രഹികളായിരിക്കും. എന്നാൽ അങ്ങിങ്ങായി വിടവുകൾ ഉണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരായിരിക്കും. വിരലുകളുടെ അടിഭാഗത്ത് മോതിര വിരലിനും നടുവിരലിനുമിടയിൽ വിടവുണ്ടെങ്കിൽ അവർ ചിന്താവിഹീനരായിരിക്കും. എന്നാൽ പെരുവിരലിനും ചൂണ്ടുവിരലിനുമിടയിലാണെങ്കിൽ അവർ ഉദാര മനസ്ഥിതിയുള്ളവരായിരിക്കും. വിരലുകളുടെ നീളം കണക്കാക്കുകയാണെങ്കിൽ മുകളിൽ സൂചിപ്പിച്ചതുപോലെ സാമാന്യം നീണ്ടിരിക്കുന്നവയാണ് ഉത്തമം. അതുപോലെ സാധാരണഗതിയിൽ കൈത്തലത്തിനൊത്ത നീളം മാത്രമുള്ള വിരലുകളും നല്ലതാണ്. അവർക്ക് തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് യോജിച്ച വ്യക്തിത്വമുണ്ടാകും. വളരെയേറെ നീളമുള്ള വിരലുകൾ നീച സ്വഭാവമുള്ളവരുടെയും അന്യൻ്റെ സ്വത്ത് കൈക്കലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും പോക്കറ്റടിക്കാരുടെയുമാണ്. തീരെ ചെറിയ വിരലുകൾ വ്യക്തിപ്രഭാവമില്ലായ്മയും അലസതയും ക്രൂരതയും കാണിക്കുന്നു. വളരെ നീണ്ട ചെറുവിരൽ സൂത്രശാലികളുടെയും കപടസ്നേഹക്കാരുടെയും സ്വഭാവം കാണിക്കുന്നു. വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന മോതിരവിരൽ കലയെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള വികലമായ ധാരണകളാണ് വ്യക്തമാക്കുന്നത്.
വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന നടുവിരൽ ക്രിമിനൽ സ്വഭാവത്തെയും അനിയന്ത്രിതമായ ധാരാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. ശരിയായ ആകൃതിയിലുള്ള ചെറുവിരൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് കാണിക്കുന്നു. കൈത്തലം. കൈത്തലം ഘനം കൂടിയതും എന്നാൽ മാംസളവും മൃദുവുമായ കൈത്തലം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ മാർദ്ദവമില്ലാത്തതും ഘനം കുറഞ്ഞതും വരണ്ടതുമായ കൈത്തലം പ്രശ്നസങ്കീർണവും കലുഷിതവുമായ മനസ്സിനെ കാണിക്കുന്നു. കുഴിഞ്ഞതുപോലെ കാണപ്പെടുന്ന കൈപ്പത്തി എപ്പോഴും നിരാശ അനുഭവിക്കുന്ന ആളിൻ്റേതാണ്. പറയത്തക്ക പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ഇത്തരക്കാരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ വെളിച്ചം കടന്നെത്താറില്ല. ഭാഗ്യരേഖയ്ക്കടുത്തായിട്ടാണ് കുഴിഞ്ഞതായി കാണുന്നതെങ്കിൽ വ്യാപാരം, തൊഴിൽ തുടങ്ങി പണവുമായി ബന്ധപ്പെട്ട മേഖലകളിലുണ്ടാകുന്ന തിരിച്ചടികളായിരിക്കും ഫലം. ഹൃദയരേഖയ്ക്ക് സമീപത്തായി കുഴിഞ്ഞിരുന്നാൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ മൂലമുണ്ടാകുന്ന നിരാശയാണ് ഫലം. കൈത്തലത്തിൽ കുഴിഞ്ഞിരിക്കുന്നത് ഏതു ഭാഗത്തായാലും അതിൻ്റേതായ ദോഷങ്ങൾ കണക്കാക്കാം. ആയുർരേഖയ്ക്ക് സമീപത്തുള്ള താഴ്ച ആരോഗ്യത്തിനും ആയുസ്സിനും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന തകർച്ചകൾ കാണിക്കുന്നു. വലിയ കൈപ്പത്തിയുള്ളവർ സാധാരണയായി നല്ലതുപോലെ ജോലി ചെയ്യുന്നവരും തങ്ങളുടെ ജോലിയിൽ ആനന്ദം കണ്ടെത്തുന്നവരുമാണ്. എന്നാൽ ചെറിയ കൈപ്പത്തിയുള്ളവർ വൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ആധുനിക ശില്പിയായ ഷീരോ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ചെറിയ കൈപ്പത്തിയുള്ളവർ വലിയ പ്രസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. ചെറിയ കൈപ്പത്തിയുള്ളവരുടെ അക്ഷരങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും പറയപ്പെടുന്നു. നഖങ്ങൾ. നെയിൽ പോളിഷ് ഉപയോഗിച്ചും നീട്ടി വളർത്തിയും പറ്റെ വെട്ടിയും നഖങ്ങൾക്ക് ഭംഗിയും ആകർഷകത്വവും വരുത്തുവാൻ ഏവരും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ കൃത്രിമമായി നഖങ്ങളുടെ രൂപത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ട് അവയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാനാവില്ലെന്ന് ഹസ്തരേഖാശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമമാണ്. നഖങ്ങളെ പ്രധാനമായും 4 തരംതിരിച്ചിട്ടുണ്ട്. നീളം കൂടിയത്, നീളം കുറഞ്ഞത്, വീതി കൂടിയത്, വീതി കുറഞ്ഞത്. രോഗങ്ങളെപ്പറ്റി ശരിയായ സൂചനകൾ നൽകാൻ നഖങ്ങൾക്ക് കഴിയും. മാത്രമല്ല ഒരു വ്യക്തിക്ക് പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ സൂചന നൽകാനും നഖങ്ങൾക്ക് കഴിയും. നീളമുള്ള നഖങ്ങൾ. ആരോഗ്യപരമായി ഇത്തരം നഖങ്ങൾ ദോഷകരമാണ്. ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് രോഗസാധ്യത ഉള്ളതിൻ്റെ ലക്ഷണമാണ് ഇവ പ്രകടിപ്പിക്കുന്നത്. നീളമുള്ള നഖങ്ങൾ വളഞ്ഞിരിക്കുകയും ചെയ്താൽ ബലം ഇരട്ടിക്കും. വശങ്ങളിലേക്ക് വളഞ്ഞിരുന്നാലും മുകളിലേക്ക് മടങ്ങിയിരുന്നാലും അനുഭവം ഒന്നുതന്നെയാണ്. വീതി കൂടിയ നീളമുള്ള നഖങ്ങൾ രക്തചംക്രമണ തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത ഉള്ളതായി ഇതിൽ നിന്നും മനസ്സിലാക്കാം. നീളം കുറഞ്ഞ നഖങ്ങൾ. ഇവ സാധാരണയായി ഹൃദ്രോഗമുള്ള കുടുംബങ്ങളിലെ ആളുകളിൽ കാണപ്പെടുന്നു. അടിഭാഗം പരന്നതും കനം കുറഞ്ഞതുമായ കുറിയ നഖങ്ങൾ ഹൃദയത്തിൻ്റെ ശേഷിക്കുറവിനെ കാണിക്കുന്നു. ചുവട്ടിൽ മാംസത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലുള്ള കുറിയ നഖങ്ങൾ നാഡീവ്യൂഹത്തിൻ്റെ തകരാറുകൾ സൂചിപ്പിക്കുന്നു. വളരെയേറെ പരന്നിരിക്കുന്ന വെളിയിലേക്ക് തള്ളിവരുന്നതുപോലെയുള്ള നീളം കുറഞ്ഞ നഖങ്ങൾ പക്ഷാഘാത സൂചന നൽകുന്നു. നീളമുള്ള നഖങ്ങളുള്ളവർക്ക് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ശ്വാസകോശം, ശിരസ്സ്, ഹൃദയം തകരാറുകൾ ഉണ്ടാകാനാണ് സാധ്യത. നഖങ്ങളിലെ പൊട്ടുകൾ നാഡീവ്യൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. വീതി കുറഞ്ഞ നീളം കൂടിയ നഖങ്ങൾ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ സൂചിപ്പിക്കുന്നു. നീളമുള്ള നഖമുള്ളവർ മറ്റുള്ളവരിൽ മതിപ്പ് ജനിപ്പിക്കുന്നവരും നന്നായി ഇടപഴകുന്നവരുമാണ്. എപ്പോഴും ശാന്ത സ്വഭാവമായിരിക്കും അവരുടേത്. കവിത, ചിത്രങ്ങൾ തുടങ്ങിയവ ആസ്വദിക്കാനുള്ള കഴിവ് നീളം കുറഞ്ഞ നഖങ്ങളുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലാണ്. വീതി കൂടിയ നഖങ്ങളുള്ളവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവരും പലപ്പോഴും മറ്റാളുകൾക്ക് അരോചകമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. നീളം കുറഞ്ഞ നഖങ്ങളുള്ളവർ എന്തിനേയും വിമർശന ബുദ്ധ്യാ സമീപിക്കുന്നവരും തങ്ങളുടെ വാദഗതികൾ സമർത്ഥിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടി കാണിക്കാത്തവരുമാണ്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലും ഇവർ ആരുടെയും പിന്നിലല്ല. സദാ നഖം കടിക്കുന്ന ശീലം ബുദ്ധിഭ്രമത്തെയും മനോവിഷമത്തെയും സൂചിപ്പിക്കുന്നു. നീളവും വീതിയും കൂടുതലുള്ള അടിഭാഗം ഉരുണ്ട നഖമുള്ളവർ സുവ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ
കെൽപ്പുള്ളവരാണ്. നീണ്ടതും കട്ടിയുള്ളതും വളഞ്ഞതുമായ നഖമുള്ളവർ തങ്ങളുടെ കാര്യസാധ്യത്തിനായി അക്രമമാർഗം സ്വീകരിക്കാൻ മടിക്കാത്തവരാണ്. നീണ്ടതാണെങ്കിലും തീരെ വീതി കുറഞ്ഞ നഖം ഭയത്തെ കാണിക്കുന്നു. വീതി കുറഞ്ഞ് ഘനമില്ലാത്ത നഖം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിയുന്ന ആളിനെ സൂചിപ്പിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ നീളമുള്ള നഖങ്ങൾ ആരോഗ്യക്കുറവിനെയും ബുദ്ധിയില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ഇളം ചുവപ്പ് നിറമുള്ള നഖം മുൻകോപത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരക്കാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമെങ്കിലും അതുപോലെ വേഗം ശാന്തരാകുകയും ചെയ്യും. ചൂണ്ടുവിരലിലെ നഖം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നത് ക്ഷയത്തിൻ്റെയും ശ്വാസകോശ സംബന്ധമായ മറ്റു രോഗങ്ങളുടെയും ലക്ഷണമാണ്. നഖങ്ങളിലെ വെള്ളപ്പുള്ളികൾ അഥവാ പൊട്ടുകൾ രക്തക്കുറവിനെ സൂചിപ്പിക്കുമ്പോൾ കറുത്ത പുള്ളികൾ വിവിധ രോഗങ്ങൾ മൂലം രക്തത്തിലുണ്ടാകുന്ന വിഷാംശം ചൂണ്ടിക്കാണിക്കുന്നു.